സ്ക്രീന് വിസിബിൾ അല്ലേ? ഹലോ. ക്ലാസ് തുടങ്ങിയാലോ? ഇത്ര ആൾക്കാരുള്ളൂ? അങ്ങനെ. നിങ്ങളുടെ സെക്കൻഡ് ക്ലാസ് അല്ലേ ഇത്? ടോർട്ടിന്റെ ഒരു ക്ലാസ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? ഇനി ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇവിടെ 3 ഇയേഴ്സും 5 ഇയേഴ്സും ഇല്ലേ? രണ്ടും കൂടെ ഒരുമിച്ചുള്ള ക്ലാസ് അല്ലേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? യെസ്. ഓ, അപ്പൊ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എടുക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ലീഗൽ ഏരിയയിലേക്ക് വരുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ ചാൻസ് ഉള്ള, അതുപോലെ തന്നെ വെയിറ്റേജിൽ കുറച്ചുകൂടെ ലീഗൽ ഏരിയയിൽ നിന്ന് കുറച്ചുകൂടെ വെയിറ്റേജിൽ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതുകൊണ്ട് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. ഞാൻ എന്റെ പ്രശ്നം തന്നെ പറയണം കേട്ടോ, ഓഡിയോ അല്ലെങ്കിലൊക്കെ. ലാപ്പ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ആക്കുമ്പോ ചെരിഞ്ഞു പോയിട്ട് ചോദിക്കാനായിരുന്നു. കുഴപ്പമില്ലല്ലോ? എന്താരും മിണ്ടാത്തേ? പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഞാൻ തുടങ്ങാണേ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ടോപ്പ് കഴിഞ്ഞ കാര്യമാണ്, സെക്കൻഡ് ക്ലാസ് ആണെന്ന് അറിയാം. സെക്കൻഡ് തന്നെ ചാടുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം പഠിച്ചു തീരാൻ നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും പറ്റില്ല. അത്രയും വലുതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൺട്രിയിലെ സുപ്രീം ലോ ആണ്. സുപ്രീം ലോ എന്ന് പറയാൻ കാരണം എന്താ? വേറെ ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിലും, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രിൻസിപ്പിൾസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും ഉണ്ടാക്കാൻ പാടില്ലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ലോ ആണ്. അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിലുള്ള പ്രിൻസിപ്പിൾസിന് എതിരായിട്ടുള്ള ഒരു സംഭവം നമ്മളെ ലെജിസ്ലേച്ചറിന് ഇനാക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പാടില്ല. ഇനി അഥവാ അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ ജുഡീഷ്യറിക്ക് പവർ ഉണ്ട്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങൾ ആരും ഒന്നും പറയാത്ത സ്ഥിതിക്ക് ചോദ്യം ചോദിച്ചില്ലേ ശരിയാവില്ല. ചാറ്റ് ബോക്സിൽ റിപ്ലൈ വന്നാൽ മതി കേട്ടോ. പഠിപ്പിക്കുന്നതിന് മുന്നേ ചോദ്യം എന്താണെന്നായിരിക്കില്ലേ?
അവ ചോദ്യം ഇതാണ്, ഹൗ മെനി ടൈംസ് the President of India can seek re-election to his post. Question repeat ചെയ്യാം. How many times the President of India can seek re-election to his post? Options ഒക്കെ തരാം, പേടിക്കണ്ട. Option A, once. Option B, twice. Option C, any number of times. Option D, none of the above. Chat boxil ഇട്ടോളൂ, നിങ്ങൾ തോന്നുന്നുട്ടോ. എനി നമ്പർ ഓഫ് ടൈം. സുഹാന. വേറെ ആരെങ്കിലും? വൺസ്. പിന്നെ എനി നമ്പർ ഓഫ് ടൈംസ്. ചാറ്റ് GPT ഗൂഗിൾ ഒന്നും ചെയ്യല്ലേ, ഞാൻ വെറുതെ ചോദിച്ചതാണ്. എനി നമ്പർ ഓഫ് ടൈംസ്. കുറെ പേര് കറക്റ്റ് ഉത്തരം പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ എവിടെന്നാ എനി നമ്പർ ഓഫ് ടൈംസ് കിട്ടിയത്? കറക്റ്റ് ആയ ആരെങ്കിലും ഒന്ന് പറയോ? പഠിച്ചിട്ടുണ്ടോ ഇതിന്റെ മുന്നേ? പഠിച്ചിട്ടുണ്ടല്ലേ, അപ്പൊ പഠിച്ചു വന്നിരിക്കുക, റിവിഷൻ വന്നതാ. ഓക്കെ. നിങ്ങൾ ഗൈഡ് വല്ലതും റെഫർ ചെയ്യുന്നുണ്ടോ? ഗൈഡ്സ് വല്ലതും? കോൺസ്റ്റിറ്റ്യൂഷണൽ നോക്കിയിരുന്നു. ഓക്കെ. എനി നമ്പർ ഓഫ് ടൈംസ് ശരിയാണ്. എന്തായാലും ശരിയായവർക്കൊക്കെ നല്ലതാണ്. അത് ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ്. പക്ഷെ ഇവിടെ നിങ്ങളെല്ലാവരും എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ അറിയില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ പഴയ ഗൈഡൊക്കെ എടുത്ത് മറച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു ചോദ്യം കണ്ടുപിടിച്ച് ചോദിച്ചതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാത്ത പല ചോദ്യങ്ങളും ഇതേപോലെ എൻട്രൻസിന് വരും. അപ്പൊ അത് കണ്ട് പതറരുത്, കാക്കി കുത്തരുത്, നെഗറ്റീവ് വരും എന്നൊക്കെ പറയാൻ വേണ്ടി ചോദിച്ചായിരുന്നു. ഇപ്പൊക്കെ വേസ്റ്റ് ആയി. സാരില്ല. നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു, അതിന്റെ മിസ്റ്റേക്കാണ്. നമുക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് പോവാം. എനിക്ക് വയ്യ അമ്മേ. ഓക്കെ. അപ്പൊ അതിലെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് സിറ്റിസൺസിന്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺസിന്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, സിറ്റിസൺസിന് മാത്രമേ റൈറ്റ്സ് ഉള്ളൂ, നോൺ സിറ്റിസൺസിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു റൈറ്റും ഇല്ല? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ്. നമ്മുടെ ഗവൺമെന്റും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള റിലേഷനും സിറ്റിസൺസിന്റെ റൈറ്റ്സും ഡ്യൂട്ടീസും ഗവൺമെന്റ് ഓർഗൻസ് ആയ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഈ മൂന്നെണ്ണത്തിന്റെയും പവേഴ്സും ഫങ്ഷൻസും ഒക്കെ നല്ല വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൽസിനെ എഗെയിൻസ്റ്റ് ആയി എന്തെങ്കിലും ലോ ഉണ്ടെങ്കിൽ അതിന് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ അല്ലേ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് ഒരാളല്ല, നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ അണ്ടറിൽ വന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പൊ ഉണ്ടാക്കിയത് ഒരാളല്ല, ഒരുപാട് പേരുടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് ബോറോ ചെയ്ത ഫീച്ചേഴ്സ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അതൊരു പാർട്ടായിട്ട് ബോറോഡ് ഫീച്ചേഴ്സിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 11 സോഴ്സസ് ഉണ്ട്, ഒരു 10 നേഷൻസും പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും. അങ്ങനെ 11 സോഴ്സസിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ചെയ്തിട്ടുണ്ട്. അതിനെ കോപ്പിയടി എന്ന് ചിലർ പറയെങ്കിൽ കോപ്പിയടി അല്ല, നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമുള്ള ഇന്ത്യ നമുക്കറിയാലോ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നേഷനാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ള രീതിയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ ഡയറക്റ്റ്ലി എലക്ട് ചെയ്തതല്ല, ആദ്യം പ്രൊവിൻസസ് ആയിരുന്നല്ലോ, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്നാണ് അവരാണ് എലക്ട് ചെയ്തത്. പിന്നെ പാർട്ടീഷനൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് കൺട്രോളൊക്കെ പോയി അതൊരു സോവറിൻ ബോഡി, അതായത് വേറെ ആരും കൺട്രോൾ ചെയ്യാനില്ലാത്ത ഒരു ബോഡിയായി മാറി. 2 years 11 months and 18 days. ഇത്രയും ദിവസം പണിയെടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്. ഇത് ചിലപ്പോൾ ഒരു MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് 3 years എന്ന് നമ്മൾ പറയുമെങ്കിലും 2 years 11 months and 18 days ക്വിസിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ എത്ര ദിവസമാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ. പിന്നെ അതിന്റെ മെമ്പേഴ്സിന്റെ ചോദ്യവും നമുക്ക് MCQയിലൊക്കെ കാണാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇനിയാണ് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ നിങ്ങൾക്ക് ടഫാന്ന് വിചാരിച്ച ചോദ്യം പോലും നിങ്ങൾ ഈസി ആയിട്ട് ആൻസർ ചെയ്തവരാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസവും കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിലേക്ക് പ്രാബല്യത്തിൽ വന്ന ദിവസവും 26 November 1949 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് അറിയാം. അത് പ്രാബല്യത്തിൽ വന്നത് 26 January 1950. എന്തുകൊണ്ടാണ് 26 January? വേറൊരു ദിവസം അവർക്ക് കിട്ടിയില്ലേ? എന്തുകൊണ്ടായിരിക്കും 26 January തന്നെ? 26 Januaryയിലാണ് പണ്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപ് പൂർണ്ണ സ്വരാജ് എന്നും പറഞ്ഞ് ഡിക്ലെയർ ചെയ്തത് 26 January ആയിരുന്നു. ആ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡേ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും കാണാൻ പറ്റുന്നത്. അത് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഈ സ്ലൈഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. BN റാവു ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ. സച്ചിദാനന്ദ സിൻഹ ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ. എനിക്ക് തോന്നുന്നു 1-2 ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് രാജേന്ദ്ര പ്രസാദിനെ ഇലക്റ്റഡ് പ്രസിഡന്റ് ആയിട്ട്, പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യുകയായിരുന്നു. HC മുഖർജി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ കംസ് നമ്മുടെ നായകൻ, നമ്മുടെ അംബേദ്കർ ഇല്ലാതെ എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? പക്ഷെ അംബേദ്കർ മാത്രമല്ല, ഒരുപാട് പേര് ഉണ്ട്. അംബേദ്കറിനെ നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആർക്കിടെക്ട് എന്നൊക്കെ പറയുന്നതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സും കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ്സും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നല്ലൊരു കീ റോൾ പ്ലേ ചെയ്ത ഒരാളാണ് അംബേദ്കർ. പിന്നെ കുറെ കമ്മിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. സ്റ്റിയറിംഗ് കമ്മിറ്റി, അങ്ങനെ കുറച്ച് കമ്മിറ്റീസ് ഒക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം. ഇതൊരു ഓവർവ്യൂ മാത്രം മതി. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് പ്രിയാമ്പിൾ വെച്ചിട്ടാണ് അല്ലെ? ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിയാമ്പിൾ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. അതിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ള് നമ്മൾ വായിച്ചാലും പിന്നെയും ഏത് പേജ് വരെ പോയാലും നമുക്ക് ഈ പ്രിയാമ്പിളുമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. കാരണം പ്രിയാമ്പിളിലാണ് അതിന്റെ ഐഡിയൽസ് ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതേ സാധനമാണ് പിന്നീടുള്ള എല്ലാ ആർട്ടിക്കിൾസ് നോക്കുമ്പോഴും അതിലൊക്കെ ഈ ഇക്വാലിറ്റിയും ജസ്റ്റിസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ പ്രിയാമ്പിൾ ഉണ്ടാവുന്നതിന് മുൻപ് അതിനെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്നും പറഞ്ഞിട്ടാണ് ജവഹർലാൽ നെഹ്റു 13 December 1946 ഈ അവതരിപ്പിച്ചത്. അതൊരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആണ്. ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ പ്രിൻസിപ്പിൾസും ഉള്ള ഒരു, എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഒരു പറയാ അല്ലെങ്കിൽ ഒരു ചെറിയതായിട്ട് കിട്ടുകയാണെങ്കിൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പേജ് നമ്മൾ ഏത് പഠിക്കുകയാണെങ്കിലും ഈ പ്രിയാമ്പിളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉടനീളം ഉള്ളത്. അത്രയും ചുരുക്കിയിട്ടുള്ള ഒരു സംഭവമാണ് പ്രിയാമ്പിൾ. അപ്പൊ പ്രിയാമ്പിൾ നമ്മൾ പഠിച്ചാൽ തന്നെ അതിലുള്ള പ്രിൻസിപ്പിൾസ് നല്ലതുപോലെ അറിഞ്ഞാൽ നമുക്ക് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പം നെഹ്റു കൊണ്ടുവന്ന ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ കുറച്ച് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്തിട്ടാണ് പ്രിയാമ്പിൾ ആയിട്ട് വന്നത്. അപ്പൊ പ്രിയാമ്പിളിന് നമ്മൾ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവാണ്. കേശവാനന്ദ ഭാരതി കേസ് ഒരു ഇമ്പോർട്ടൻറ്റ് കേസ്, ലാൻഡ്മാർക്ക് കേസാണ് നമ്മുടെ കേശവാനന്ദ ഭാരതി.
ഈ കേസിലാണ് സത്യം പറഞ്ഞാൽ ഈ പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്. അതുവരെ ഈ പ്രിയാമ്പിള് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇങ്ങനെ കാണില്ലേ, ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പ്രിയാമ്പിളിലുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്തത് അത്ര പ്രശ്നമില്ലാത്ത രീതിയിലായിരുന്നു. പക്ഷെ സുപ്രീം കോർട്ട് കേശവാനന്ദ ഭാരതിയുടെ കേസിലാണ് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണെന്ന് പറഞ്ഞത്. പിന്നെ അമെൻഡ് ചെയ്യുമ്പോൾ ബേസിക് സ്ട്രക്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബേസിക് സ്ട്രക്ചർ തൊട്ട് കളിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യയാണോ ഭാരതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ലോ സ്റ്റുഡൻസിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയാണോ ഭാരതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഏതാ? അങ്ങനെ ഇഷ്ടമൊന്നുമില്ലേ? ഇന്ത്യ. എന്തിനാണ് ഇഷ്ടം? രണ്ടും ഉപയോഗിച്ച ഒരു പേരല്ലേ, നമുക്ക് വിളിക്കാൻ ഒരു പേര് അങ്ങനെ കണ്ടാൽ മതി, അതായിരിക്കും നല്ലത്. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ ആർട്ടിക്കിൾ 1 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 1ന്റെ ഏതെങ്കിലും ഒരു MCQ ആയിട്ട് ചോദിച്ചാൽ, അങ്ങനെ ചിലപ്പോൾ ഓപ്ഷൻസിലൊക്കെ വന്നാൽ നമുക്കിത് ഒരു MCQ ആയിട്ട് കാണാവുന്നതാണ്. നെക്സ്റ്റ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇതൊക്കെ നമ്മൾ സ്കൂൾ തൊട്ട് കേട്ട് പരിചയമുള്ള സംഭവങ്ങളാണ് അല്ലേ? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഒക്കെ. വോട്ടിംഗ് 18 വയസ്സാണ്, മേജർ ആയിരിക്കണം. മേജർ ആയിട്ടുള്ള ഒരാൾക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഡിസ്ക്രിമിനേഷനും ഒന്നും ഇല്ലാതെ മേജർ ആയിട്ടുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ ഒരാളെ ഈ സ്ത്രീയാണ് പുരുഷനാണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തോ ഒരു ശരികേടില്ലേ? അവിടെ ഒരു പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ് ഇത് കാണിക്കുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെ. വോട്ടിംഗ് ഏജ് 18 ഇയേഴ്സ് ആക്കിയത് 61st അമെൻമെന്റ് ഓഫ് 1988. ഈ അമെൻമെന്റ്സ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് അമെൻമെന്റ്സ് തന്നെ ഒരു ക്ലാസ്സിൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്താൽ നന്നായിരിക്കും. കാരണം അമെൻമെന്റ്സ് എന്ന് ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അമെൻമെന്റ്സ് എന്തായാലും ചോദിച്ചു കാണുന്ന ഒരു സംഭവമാണ്. Then comes Republic form of government. We the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഡെമോക്രസി ഞാൻ പറഞ്ഞു, റിപ്പബ്ലിക് എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രസിഡന്റിന് നമ്മൾ ഇലക്ട് ചെയ്തതാണ്, ഹെറിഡിറ്ററി അല്ല. ഇപ്പം ഒരു കുടുംബം കുറെ കാലമായിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ട് പോകുന്നു, അവരുടെ മകനും പിന്നെ മകന്റെ മകനും, അങ്ങനെയല്ലല്ലോ നമ്മളെ പ്രസിഡന്റ് അല്ലേ? അല്ലാതെ അങ്ങനെ ആവുന്നത് ശരിയല്ലല്ലോ. ഒരു ഇന്ത്യ പോലെയുള്ള ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു നേഷനിൽ ഒരു കുടുംബത്തിന്റെ ഡിസെൻഡൻസ് ഇങ്ങനെ ഭരിക്കുന്നത് ശരിയല്ല. ഭരണമല്ല, സേവനമാണ്. പ്രസിഡന്റ് 5 വർഷത്തേക്കാണ്, 5 വർഷം കൂടുമ്പോൾ ഇലക്ട് ചെയ്യാം. റീ ഇലക്ഷൻ എത്ര വേണമെങ്കിലും പറ്റും. അത് പറഞ്ഞ ആർട്ടിക്കിൾ ഏതായിരുന്നു? 57 അല്ലേ? 57. ആർട്ടിക്കിൾസിലേക്കൊന്നും ഇപ്പൊ പോകണ്ട, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളൊക്കെ ചോദിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എൻട്രൻസിനൊക്കെ ആർട്ടിക്കിൾ ചോദിക്കാൻ പാടില്ല അല്ലേ? നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല ഈ ആർട്ടിക്കിളൊക്കെ ഇവർ ചോദിക്കുമ്പോൾ എന്തോ പോലെ? എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, now comes to പാർലമെന്ററി സിസ്റ്റം. നമ്മൾ പ്രസിഡന്റ് ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്. നമ്മുടെ നേഷനിലെ ഇന്ത്യയിലെ ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്. അതായത് റിയൽ പവർ ഉള്ളത് പ്രൈം മിനിസ്റ്ററിന്റെ കയ്യിലാണ്. പ്രൈം മിനിസ്റ്ററിനാണ് ആ ഒരു പവർ ഉള്ളത്. പ്രസിഡന്റ് ഒരു പോസ്റ്റ് അങ്ങനെ വെച്ചിരിക്കുന്നു. പ്രസിഡന്റ് ഓഫ് കോഴ്സ് നമ്മുടെ എമർജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡന്റ് ആണെങ്കിലും, പക്ഷെ ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡന്റ് ആണെങ്കിലും പ്രൈം മിനിസ്റ്ററിനാണ് കുറച്ചുകൂടെ പവർ ഉള്ളത്. പവർഫുൾ ആയിട്ടുള്ളത് പ്രൈം മിനിസ്റ്ററാണ്.
നെക്സ്റ്റ് പോയിന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ലോക്സഭ. ഇതിൽ ഒരു സിങ്ക് ഓർ സെയിൽ ടുഗെദർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് തുഴഞ്ഞു പോവാം, അല്ലെങ്കിൽ ഒരുമിച്ച് മുങ്ങാം. അങ്ങനെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ലോക്സഭയിലേക്ക്. അതൊക്കെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി. എനിക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും റൈറ്റ് ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14. സ്കൂളിലൊക്കെ നമ്മൾ കേട്ടു പരിചയമുള്ളത് 14ഉം 21ഉം 19ഉം ഒക്കെ അല്ലേ. അതിൽ നിന്ന് ഇതിൽ പറയുന്നത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഞാൻ നേരത്തെ ചോദിച്ചില്ലായിരുന്നു സിറ്റിസൺസിന്റെ റൈറ്റ് മാത്രമാണോ? അല്ല. ഇവിടെ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആർട്ടിക്കിൾ 14 അപ്ലൈസ് ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസ്. നോൺ സിറ്റിസൺസിനും റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്. ഈക്വൽ ട്രീറ്റ്മെന്റ് അവർക്കും കൊടുക്കണം എന്നാണ്. അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഒരു ഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ വേറെ ആണ്. നോൺ സിറ്റിസൺസിന് കൂടെ ഉള്ള ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും, ഫോറിനേഴ്സിന് കൂടി അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പം കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3-ലാണ്. പാർട്ട് 3-ലാണ് അല്ലേ? പാർട്ട് 3-ല് 12 to 35 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ USA എന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്. USA ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോറോ ചെയ്തു. നമുക്ക് ആദ്യം 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ 6 എണ്ണേ ഉള്ളൂ. അപ്പൊ പോയ ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണെന്നറിയോ? റിമൂവ് ചെയ്ത ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണെന്നറിയോ? ഏത് ഫണ്ടമെന്റൽ റൈറ്റ് റിമൂവ് ചെയ്തേ? റൈറ്റ് പ്രോപ്പർട്ടി. സുഹാന, ഓക്കെ, ശരിയാണ്. റൈറ്റ് പ്രോപ്പർട്ടി ആണ് റിമൂവ് ചെയ്തത് അല്ലേ? ഇതിപ്പോ ശരിക്കും പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയാണ്. റൈറ്റ് പ്രോപ്പർട്ടി 44th അമെൻമെന്റ് ഓഫ് 1978. ഇപ്പം അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, പക്ഷെ അതൊരു ലീഗൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 300A ഒരു ലീഗൽ റൈറ്റ് ആണ്. ഇപ്പൊ നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളൂ. നെക്സ്റ്റ് 32 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്തോ ഒരു റെമഡിയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുമ്പം നമുക്ക് കോർട്ടിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് 32. ഇത്രയും ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വയലേറ്റ് ചെയ്താൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു ഇതില്ലെങ്കിൽ ആ റൈറ്റ്സിനൊന്നും ഒരു അർത്ഥം ഇല്ലാത്തത് പോലെയാവില്ലേ? അപ്പം ആർട്ടിക്കിൾ 32 പ്രകാരമാണ് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പം ഇതിൽ റിറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് നിങ്ങൾക്ക് കാണാം. 5 റിറ്റ്സ് ആണുള്ളത്. 5 റിട്ടാണ് കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന. റിറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നാണ് കോടതിനെ പറയാ. റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഹൈക്കോർട്സിനും സുപ്രീം കോർട്സിനും മാത്രമേ ഉള്ളൂ. വേറെ ഒരു കോടതിക്കും റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോററി കോവാറൻഡു ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരു അമെൻമെന്റ് വഴിയാണ് വന്നത്. എന്തുകൊണ്ടായിരിക്കും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരു അമെൻമെന്റ് വഴി കൊണ്ടുവന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊടുത്തപ്പോൾ തന്നെ ഇവർക്ക് ഡ്യൂട്ടീസ് കൂടി കൊടുക്കായിരുന്നില്ലേ? അതിന് പിന്നിലെ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, റൈറ്റ്സ് എന്തായാലും കൊടുത്ത സ്ഥിതിക്ക് അപ്പൊ തന്നെ അവരുടെ ഡ്യൂട്ടീസും കൂടെ കൊടുക്കണ്ടല്ലേ? എന്നാൽ ഡ്യൂട്ടീസ് മറന്നിരിക്കുകയായിരുന്നു. അതാണ് പിന്നെ അമെൻമെന്റ് ഒക്കെ ആയിട്ട് വന്നത്.
കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് അയ്യോ എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൻ വയലേറ്റ് ചെയ്തു എന്ന് പറയാൻ ഭയങ്കരതാ. പക്ഷെ നീ ആ ഡ്യൂട്ടി ചെയ്തിരുന്നു, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് അത്ര ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലേ? നമുക്ക് ഒരു കാര്യം ചെയ്യുന്നത് റൈറ്റ് കുഴപ്പമില്ല, എനിക്ക് ആ റൈറ്റ് ഉണ്ട് ഈ റൈറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സുഖമാണ്. പക്ഷെ ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്കൊരു അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഫീൽ ചെയ്യാണ്. അപ്പൊ നമുക്കത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുമ്പോൾ അംബേദ്കർ വിട്ടുപോയ ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ്, അല്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ശ്വസിച്ചാലേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. അതേപോലെ ഫണ്ടമെന്റൽ, അതുകൊണ്ടാണ് അതിന് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഫണ്ടമെന്റൽ എന്നൊരു രസത്തിനിട്ടതല്ല. ഫണ്ടമെന്റൽ ആയിട്ടാണ്, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, നമുക്ക് അത്രയും റൈറ്റ് ടു ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ജീവിക്കാനുള്ള അവകാശമൊക്കെ നമുക്ക് വേണ്ടേ? ആർക്കും ആരെങ്കിലും അങ്ങനെ ജീവിക്കാനുള്ള അവകാശമൊക്കെ നമുക്ക് എന്തായാലും വേണം. എന്ന് കരുതി മരിക്കാനുള്ള അവകാശം കൊടുത്താൽ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് ആരെങ്കിലുമൊക്കെ വേണ്ടേ? മരിക്കാനുള്ള അവകാശം ഉണ്ടോ? ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചോദ്യം ചോദിച്ചതാ. നിങ്ങൾ ഉറങ്ങുകയല്ലോ വിചാരിച്ചിട്ട്. ഇല്ല, മരിക്കാനുള്ള അവകാശം ഇല്ല. ഓക്കെ, അപ്പൊ കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ 17th കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് 42nd അമെന്റ്മെന്റ് 1976. 42nd അമെന്റ്മെന്റ് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ആണ് ഈ 42nd അമെന്റ്മെന്റിനെ. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. 42nd അമെന്റ്മെന്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കൂടി പറയുന്നുണ്ട്. 42nd അമെന്റ്മെന്റ് 1976 അത്രയും കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങളുടെ നിർഭാഗ്യവശാൽ ചോദിക്കില്ലായിരിക്കും. ചോദിച്ചില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. ഇതിൽ തന്നെ 10 ഡ്യൂട്ടീസ് ആയിരുന്നു. ഒന്ന് പിന്നീടാണ് അമെന്റ്മെന്റിലൂടെ കൊണ്ടുവന്നതാ. അപ്പൊ ആ ഒന്ന് ഏതായിരിക്കും? ഫുള്ള് ചോദ്യാണ്, ഒന്നും പഠിപ്പിക്കുന്നുമില്ല എന്നായിരിക്കുമല്ലേ? ഏതാ അറിയോ? ലാസ്റ്റ് കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്ത ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി നമ്മൾ സ്കൂളിലൊന്നും പഠിച്ചു കാണില്ല. റൈറ്റ്സ് പഠിപ്പിക്കാൻ ഭയങ്കര ആവേശമായിരുന്നു. ഡ്യൂട്ടിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതായിട്ട് എനിക്ക് പണ്ട് മുതലേ തോന്നിയിട്ടുണ്ട്. ഡ്യൂട്ടി അങ്ങനെ പഠിച്ചിട്ടില്ല. 12th എത്തിയപ്പോഴാണ് പിന്നെയും ഡ്യൂട്ടിയിലേക്ക് ഒരു കോൺസെൻട്രേഷൻ വന്നു. അപ്പൊ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും കേസ് കൊടുക്കാം. പക്ഷെ ഡ്യൂട്ടി ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ അങ്ങനെ പറ്റുമോ? ഇല്ല. ഡ്യൂട്ടി അവിടെ ഒരു പേരിന് വെച്ചു എന്ന് പറയുന്നത് മോശമാണെങ്കിലും അങ്ങനെയാണ്. നമുക്ക് കേസ് ഫയൽ ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്റെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അത്ര കുഴപ്പമില്ല എന്നല്ല, ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ശരിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും ഡ്യൂട്ടീസിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പേരിൽ തന്നെ അർത്ഥമുള്ള ഒരു സംഭവമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പോളിസീസ്. ലെജിസ്ലേച്ചറിന്റെ പണി അതാണല്ലോ. അപ്പൊ ഗവൺമെന്റ് ഈ പോളിസീസ് ഉണ്ടാക്കുമ്പം ചില ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അവർ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പോളിസി ഉണ്ടാക്കട്ടെ, എന്നാൽ ഇതും കൂടെ നോക്കിക്കോളൂ എന്ന് പറയുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒരു സോഷ്യൽ ജസ്റ്റിസും എക്കണോമിക് ഡെമോക്രസിയിലൊക്കെ എന്നിട്ടാണ് നമ്മൾ ഇത് അയർലൻഡിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നത്. പാർട്ട് 4 ഡ്യൂട്ടീസ് പാർട്ട് 4A വരുന്നത്. അമെന്റ്മെന്റ് ഓർത്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇവിടെ കുറച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കും, ഫ്രീ ലീഗൽ എയ്ഡും, യൂണിഫോം സിവിൽ കോഡൊക്കെ.
ഈ ബോറോഡ് ഫീച്ചേഴ്സ് 4 കണ്ടിട്ട് സന്തോഷിക്കണ്ട. 4 അല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 11 ഉണ്ട്. 11 ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തന്നെ എടുക്കാനുള്ളതുണ്ട്. അതെന്തായാലും ഒരു ചോദ്യം വരേണ്ടതാണ്, ബോറോഡ് ഫീച്ചേഴ്സ്. ദെൻ കംസ് ലോ മിനിസ്റ്റർ. ഇതൊക്കെ ജി കെയിൽ ചോദിക്കുന്ന കുറച്ച് കാര്യമാണ്. കറണ്ട് അഫയേഴ്സ് ജി കെ ആ ഒരു പാർട്ടിൽ ചോദിക്കുന്നതാണ് ലോ മിനിസ്റ്റർ ഒക്കെ. നിയമം പഠിക്കുന്ന നമ്മൾ ലോ മിനിസ്റ്റേഴ്സിനൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണല്ലോ. ദെൻ കംസ് റിട്ടേൺ വേഴ്സസ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ യു കെയിൽ അത് അൺറിട്ടേൺ ആണ്. യു എസ് എയിലാണ് ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ്റെതാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. നമ്മുടെ ഭാഗ്യം എന്ന് പറയാം. ഇത്ര പെട്ടെന്ന് കൺക്ലൂഷൻ എത്തി. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഐഡിയൽസ് ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അമെൻമെൻറ്റ്സ് കൂടെ പഠിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ നിയമത്തിലും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ EWS റിസർവേഷനും അങ്ങനെ ഓരോന്നും വരുന്നത്. അങ്ങനെ ഓരോ അമെൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ലിവിങ് ഡോക്യുമെന്റ്. ലോസ് ലിവിങ് ഡോക്യുമെന്റ് നിങ്ങൾ ലോ കോളേജ് കയറുന്നതിന് മുന്നേയും കയറി കഴിഞ്ഞാലും ഒക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്. ലിവിങ് ഡോക്യുമെന്റ് ആണ്, ലിവിങ് ഡോക്യുമെന്റ് ആണ്. ലിവിങ് ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. നമ്മൾ ഇതെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഇത് പഠിച്ചാൽ തീരില്ല. പഠിച്ചാൽ തീരാത്ത ഒരു സാധനമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് റിജിഡും ആണ്, ഫ്ലെക്സിബിളും ആണ്. ചില കാര്യത്തിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ആ ഒരു റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഏതെങ്കിലും ഒരാൾ. സുഹാന. സുഹാന വീട് എവിടെയാ? ഹലോ, മ്യൂട്ടാക്കിയോ? ആരെങ്കിലും ഒരാള്. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ കുറെ ആർട്ടിക്കിൾസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോറടിക്കേണ്ട ഒരു സാധനമല്ല. എങ്കിലും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പം കുറച്ചുകൂടെ MCQs ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തിയറിയിലേക്ക് വല്ലാതെ പോയാൽ നമുക്ക് ചിലപ്പം അത് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പഠിക്കുന്ന പോലെ തോന്നും. അത്ര ഡീറ്റെയിൽ പോകാനും പറ്റില്ല. എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് കുറേ സെക്ഷൻ ആർട്ടിക്കിൾസും കുറേ പേരും ഡേറ്റും അമെൻമെന്റ്സ് ഒക്കെ വരുമ്പം ഇയറൊക്കെ പഠിക്കുന്ന പോലെ ആയിരിക്കും തോന്നുക. അത്ര ബോറിംഗ് ആക്കാതെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശ്രമിക്കാം എന്നേ പറയാൻ പറ്റൂ. നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ അതോ വേറെ ഏതെങ്കിലും ലോ ആണോ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതാ? ഒന്നും ഇഷ്ടല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇഷ്ടം ഞാൻ പഠിപ്പിച്ചുകൊണ്ട് കുറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ടോർട്ടും കോൺസ്റ്റിറ്റ്യൂഷനും ഓക്കെ, എല്ലാം ഓക്കെയാണ്.
ടോർട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കോൺട്രാക്റ്റ് ഉണ്ടാവും. ജൂറിസ്പ്രുഡൻസ് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ക്ലാസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം എന്നുണ്ട്. നിങ്ങൾ റിപ്ലൈ ചെയ്യൂ. കുറേ സെക്ഷൻ പറഞ്ഞു പോയ ആർട്ടിക്കിൾസ് ഇങ്ങനെ പറഞ്ഞു പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ ടോർട്ട് എടുക്കാനാണ് വിചാരിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നലെ എൻ്റെ തലയിൽ വീണതാണ്. അതുകൊണ്ട് അതിൻ്റെതായ ചില കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുള്ളൂ. പിന്നെ മിക്കവാറും ഞാൻ ടോർട്ടായിരിക്കും എടുക്കുക. നല്ല ക്ലാസ്സാണ്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ. എനിക്ക് MCQs ആയതുകൊണ്ടാണ്. നമുക്ക് ഗൂഗിൾ ഫോമിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ആ ഒരു സമയത്ത് തിയറി ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അതാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. എക്സാമിന് ഓവർ കോൺഫിഡൻറ്റും ആവാൻ പാടില്ല. പിന്നെ എല്ലാം പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ ആ സമയത്ത് ടെൻഷൻ ഇല്ലാതെ എഴുതുന്നതിലാണ് കാര്യം. സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഒരു 40% നമുക്ക് അറിവുള്ളൂ എങ്കിലും നമ്മൾ ആ സമയത്ത് നല്ല കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഉള്ള ഒരു ഇതിലാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു 80% പഠിച്ചിട്ടും 20% ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ഇരുന്നാൽ ചിലപ്പം എല്ലാം കയ്യിൽ നിന്ന് പോകും. ടെൻഷൻ കൊണ്ട് നിങ്ങളെ എക്സാം കൊളമാക്കാൻ പാടില്ല. അപ്പം ആ ടെൻഷനൊക്കെ ഇല്ലാതാവാൻ നിങ്ങൾ എന്തായാലും ഫ്രീ മോക്കൊക്കെ വരുമ്പം അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്താലേ നമുക്ക് റിയൽ എക്സാം വരുമ്പോൾ അതിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ക്ലീ അല്ലാതെ വേറെ ഏതെങ്കിലും എഴുതുന്നുണ്ടോ? കുസാറ്റ്, കണ്ണൂർ, AMU, JMI, ക്ലാറ്റ് നോക്കുന്ന ആരും ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. കാരണം ക്ലാറ്റ് നോക്കുന്ന ഒരാൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം പാസേജ് ആണല്ലോ, അതാ ചോദിച്ചത്. ക്ലാറ്റ് നോക്കുന്ന ആരും ഇല്ലല്ലോ. AMU, കുസാറ്റിലും AMUയിലൊക്കെ കുറച്ചുകൂടി ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൊരു കുറച്ചുകൂടി ഒരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്ലീനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ്. പക്ഷെ എളുപ്പമായാലും അവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും എളുപ്പമാവുമല്ലോ, അപ്പം നമ്മൾ അവിടെ പോകാൻ പാടില്ല. അപ്പം ഇന്നത്തെ ക്ലാസ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്നാൽ വാരി വലിച്ച് പഠിക്കാനും പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് പറയൂ. സുപ്രീം ലോ ആയതുകൊണ്ട് കൺട്രിയിലെ സുപ്രീം ലോ ആണോ? അതെ, സുപ്രീം ലോ ആണ്. അൺമ്യൂട്ട് ചെയ്ത്. സുപ്രീം ലോ ആവാനുള്ള കാരണം എന്താ? ഏ കുഴപ്പമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ലോ ആണ്. അതിൽ എല്ലാ കാര്യവും ഉണ്ട്. കാട്ടിലെ രാജാവ് സിംഹമാണ്. 2 സിംഹം ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അപ്പം ഒരു രാജ്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഫുള്ള് പണിയാവും. അതേപോലെ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ ബേസിക് കാര്യങ്ങളും ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് IPC അല്ല, BNS. നമ്മൾ വേറെ ഏത് നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടക്കുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറയാം.
അപ്പോൾ അതിനെ ജുഡീഷ്യറിക്ക് അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ലീവ് ചെയ്താലും. ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സിൽ ഒക്കെ ഡിസ്കസ് ചെയ്യാം. കാരണം ഇനിയും നീട്ടി വലിച്ചു കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഓരോ പാർട്ട് എടുത്ത് നമ്മൾ അതിൽ പോയി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. തിയറിയും ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ സെക്ഷൻ മാത്രം ആർട്ടിക്കിൾസ് മാത്രം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അത് ബൈഹാർട്ട് ചെയ്യേണ്ട രീതിയിലായി പോകും. അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ പോകുന്നതല്ല നല്ലത്. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ്, പ്രാക്ടീസും കൂടി ആണ്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. എനിക്കും ബോറടിക്കും. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡിന്നർ കഴിക്കാനുള്ള സമയമുണ്ട്. അങ്കൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. എല്ലാവരും ലീവ് ചെയ്തോളൂ.